ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കടമാക്കുടിയിലാണ് കേട്ടോ. നമ്മുടെ കൊച്ചിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി 21 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് കേട്ടോ കടമാക്കുടി. അപ്പോൾ അതുപോലെ തന്നെ 14 ചെറിയ ഐലൻഡുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് കടമാക്കുടി ഐലൻഡ്. ഈ ഒരു ഐലൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഇട്ട് കടമാക്കുടിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതേണ്ട റോഡിൻ്റെ 2 സൈഡിലായിട്ടും നെൽകൃഷി പാടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കാളി കൃഷിയും പിന്നെ ചെമ്മീൻ കൃഷിയൊക്കെയാണ്. അപ്പോൾ എന്തു പറഞ്ഞാലും നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഒട്ടും നിങ്ങൾ മിസ്സാക്കരുത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടെ നിന്ന് ഇത് കാണണം. ദൂരമുള്ളവരായാൽ പോലും ഈ എറണാകുളം ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ കടമാക്കുടി മിസ്സാക്കാതെ കാണണം കേട്ടോ. കാരണം നമ്മൾ വാക്കുകളിൽ പറയുന്ന പോലെ ഒന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ അടിപൊളി സൂപ്പർ സ്ഥലമാണ്. പിന്നെ നേരിട്ട് കാണാൻ പറ്റാത്തവർക്കായിട്ട് ഇത് എൻ്റെ വീഡിയോയിലൂടെ നമ്മൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. പിന്നെ അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളായിട്ട് ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തിരികെ മടങ്ങാം. സൂര്യോദയം മാത്രമല്ല, സൂര്യാസ്തമയ സമയത്തും വളരെ മനോഹരമാണ്. കടമാക്കുടിയിലെ 14 ദ്വീപുകളിലുള്ള ചെറിയ ദ്വീപുകളിൽ പെട്ടതാണ് മുരിക്കല, അതുപോലെ പാലിയന്തുരുത്ത്, ചെറിയ കടമാക്കുടി, വലിയ കടമാക്കുടി, പിഴല. ഇതിൽ മെയിനായിട്ടുള്ളതാണ് കേട്ടോ വലിയ കടമാക്കുടി. പിന്നെ അതുപോലെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് പൊക്കാളി കൃഷിയും പിന്നെ അതുപോലെ ചെമ്മീൻ കെട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ കടമാക്കുടിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരോ അറിയാത്തവരോ ഉണ്ടെങ്കിൽ, അതുപോലെ ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ചോദിച്ചോളൂ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള ജസ്റ്റ് ബൈക്കിനൊന്ന് കറങ്ങുന്ന വ്യൂ മാത്രമാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാനുള്ളതുണ്ട്. ഒരുപാട് സീനറീസ് കാണാനുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഈ കാണുന്നത് അപ്പുറത്തെ ഒരു ദ്വീപിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരാനുള്ള അവരുടെ യാത്രാ സൗകര്യമാണ് കേട്ടോ. ഇത് ജങ്കാർ എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവും നമ്മൾ വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചിയൊക്കെ വലിയ വലിയ ജങ്കാറുകൾ പോലെ ഇത് ചെറിയ ചങ്ങാടം പോലെയാണ്. അപ്പോൾ ഇതിലാണ് ഇവിടെ നിന്ന് 2 വീലറും ഓട്ടോ കാറൊക്കെ വഴി നമുക്ക് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലുള്ള ഇവർക്ക് ഇവിടെയുള്ള യാത്രാ സർവീസ് ഇതാണ്. അപ്പോൾ ഈ ഒരു ജങ്കാറിൽ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. കണ്ട് 2 വീലറൊക്കെ കയറ്റാനുള്ള സൗകര്യം ഓട്ടോറിക്ഷ ആയാലും കാറായാലും ഒക്കെ നമുക്ക് അതിൽ കയറ്റി അപ്പുറത്തേക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ വാട്ടർ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട്. അതും പണി കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
കടമക്കുടിയിൽ നിന്ന് പറൂര് ഭാഗത്തേക്കുള്ള പാലമാണ് കേട്ടോ. പാലം പണി കഴിഞ്ഞത് ഓപ്പണിംഗ് ആയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഏകദേശം പാലത്തിൻ്റെ പണി പകുതി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ.